ഈ ചെടിയുടെ ഇല ഒരിക്കലും തോരൻ വെച്ചിട്ടോ കറി വെച്ചിട്ടോ കഴിക്കരുത്. അത്രയും വിഷാംശം അടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് ചായ മൻസ ചെടി. ഇതിന്റെ ഇല പറിക്കുന്ന സമയത്ത് ഇങ്ങനെ വെള്ളം നിറത്തിലുള്ള ലിക്വിഡ് വരുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ലിക്വിഡില് ഹൈഡ്രോസയാനിക് ഗ്ലൈക്കോസൈഡ് എന്ന് പറഞ്ഞ കൊടിയ വിഷം അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ ഇലകളിലെ റിച്ച് ഇൻ പ്രോട്ടീൻ, അയൺ, കാൽസ്യം, വിറ്റാമിൻസ്, ആന്റി ഓക്സിഡൻസ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഉപ്പേരി വെച്ച് കഴിക്കാം. പക്ഷെ ഉപ്പേരി വെച്ച് കഴിക്കുന്ന സമയത്ത് മിനിമം 20 മിനിറ്റ് എങ്കിലും ബോയിൽ ചെയ്യണം. പാത്രം തുറന്നു വെച്ച് തന്നെ ബോയിൽ ചെയ്യണം. ബോയിൽ ചെയ്യുന്ന സമയത്ത് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രോസയാനിക് ആസിഡ് ഗ്യാസ് ആയിട്ട് റിലീസ് ആവും. അതുകൊണ്ട് ഇതിലെ വിഷമൊക്കെ പോയിട്ട് നമുക്ക് സേഫ് ആയിട്ട് കഴിക്കാൻ പറ്റും. പിന്നെ ഇത് അലൂമിനിയം പാത്രത്തിൽ വെച്ച് കുക്ക് ചെയ്യരുത്. പിന്നെ ഇതിന്റെ ഇല മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇലയോട് അടുപ്പിച്ചുള്ള തണ്ടൊന്നും ഉപയോഗിക്കരുത്. പിന്നെ ഇതിന്റെ വെള്ളം നിറത്തിലുള്ള ലിക്വിഡ് നമ്മളെ കണ്ണിലോ സ്കിന്നിലോ മറ്റ് ശരീരഭാഗങ്ങളിലോ ആകാതെ നോക്കണം. പിന്നെ ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഇത് ഇത്രയും റിസ്ക് എടുത്ത് കഴിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഇതിൽ അത്രയേറെ ആരോഗ്യ ഗുണങ്ങളുണ്ട്. ജസ്റ്റ് 20 മിനിറ്റ് നന്നായിട്ട് തുറന്ന് വെച്ച് വേവിച്ച ശേഷം നിങ്ങൾക്ക് ഇത് തോരൻ വെച്ചിട്ടോ കറി വെച്ചിട്ടോ സേഫ് ആയിട്ട് കഴിക്കാൻ പറ്റും. പിന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യണേ. എല്ലാവരും ഇത് അറിയണല്ലോ. പിന്നെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കണ്ടേ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുവല്ലേ. ഇനി ഇതുവരെ ഇത് കഴിക്കാത്തവർ കമന്റ് ചെയ്യാനും മറന്നുവല്ലേ.